ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. എനിക്ക് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകാണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വൈകുന്നേരത്തെ ജോലികളൊക്കെ കുറച്ച് നേരത്തെ തുടങ്ങിയിട്ടോ. ഒരു 2:45 3 മണിയൊക്കെ ആവാനാകുമ്പോൾ ഞാൻ ആദ്യം തന്നെ വന്നിട്ട് അടിച്ചു വരുവാണ് ചെയ്യുന്നത്. വൈകുന്നേരത്ത് ഞാൻ ഹാളും സിറ്റ് ഔട്ടും അടുക്കളയും മാത്രമായിട്ട് അടിച്ചു വരാറുള്ളൂ. അപ്പോൾ അങ്ങനെ അതൊക്കെ അടിച്ചു വരിയിട്ട് വന്നിട്ട് പിന്നെ ഇനി മുറ്റം കൂടി അടിക്കണമെന്നുണ്ട്. അപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ പുഴയിൽ പോയിട്ടൊന്ന് മുങ്ങി കുളിച്ചാണ് കേട്ടോ. അതോടുകൂടി നീരിറക്കത്തിന് നല്ല പ്രശ്നം തുടങ്ങിയിട്ടുണ്ട്. തലവേദനയും ചെവി വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം ഞാൻ ആവി പിടിക്കലൊക്കെ ചെയ്തിട്ട് മാറുമെന്ന് വിചാരിച്ചു, പക്ഷേ മാറിയില്ല കേട്ടോ. അപ്പം എന്തായാലും ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. വൈകുന്നേരത്തെ ഡോക്ടർ ഉണ്ടാവുള്ളൂ പറഞ്ഞപ്പോൾ അതിനുവേണ്ടി ബുക്ക് ചെയ്തിട്ട് വേഗം പണി ഒരുക്കുമായിരുന്നു കേട്ടോ. നമ്മുടെ ഈ മെറ്റലിട്ട ഭാഗത്ത് വല്ലാതെ ഇലകളും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ഭാഗത്ത് ഇലകളും പൂക്കളൊക്കെ നല്ല പോലെ കൊഴിഞ്ഞിട്ടുണ്ട്. ഈ മേലുള്ള ആ വെള്ളപ്പൂ ഉണ്ടല്ലോ, അത് വെയിൽ കൊണ്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ നിലത്ത് ഇങ്ങനെ ഒട്ടി നിൽക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വരി എടുക്കുകയാണ്. പിന്നെ വലിയ ചൂലായതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ അടിച്ചു വരി എടുക്കുകയും ചെയ്യാം. അപ്പോൾ രാവിലെ അടിച്ചു വരാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ വൈകുന്നേരത്ത് എന്തായാലും അടിക്കാമെന്ന് വിചാരിച്ചത്. നമുക്ക് വൈകുന്നേരത്ത് വിളക്ക് വയ്ക്കണ നേരത്ത് ഇങ്ങനെ മുറ്റം മൊത്തം തൂർന്ന് കിടക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ അടിച്ചു വരൽ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വേഗം അതൊക്കെ കോരി കളഞ്ഞു കേട്ടോ. പിന്നെ വേഗം അടുക്കളയിൽ വന്നിട്ട് മക്കൾക്കുള്ള ചായ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാതിൽ തുറന്ന് കൈയൊക്കെ ഉണ്ട് കഴുകിയുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഇതാ കോഴികൾ വന്നിട്ട് ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അവർക്ക് കുറച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തു. വാതിൽ തുറക്കണ ഒച്ച കേട്ടിട്ടുണ്ടെങ്കിൽ അവർ വേഗം വരും കേട്ടോ. ഞാൻ ആ ചായക്കുള്ള പാലൊക്കെ എടുത്തിട്ട് ചായ വെക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. ഞാൻ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടെങ്കിലും മക്കളുണ്ടെച്ചെങ്കിൽ അവർ ചായ വെക്കും കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര സംശയമായിരിക്കും, ഇവർ ഗ്യാസ് ഓഫാക്കിയോ എന്താ ചെയ്തതെന്നൊക്കെ അറിയാമായിട്ട്. അപ്പോൾ ഞാൻ ചായ വെച്ചേച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതാ രാവിലത്തെ ചപ്പാത്തിയും കറിയും പിന്നെ ഞാൻ നമ്മുടെ റാഗി ഉണ്ടല്ലോ അതുകൊണ്ട് ഉണ്ടയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അംഗനവാടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു പരിപാടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ പിന്നെ അതൊക്കെ ഉണ്ട് വൈകുന്നേരത്ത് അവർക്ക് ചായക്ക് കടിയായിട്ട്. അപ്പോൾ ഞാൻ മോനുള്ള ബൂസ്റ്റാണ് ആദ്യം എടുക്കുന്നത് കേട്ടോ. പാൽ തിളപ്പിച്ചിട്ട് അതിന് കുറച്ച് മുക്കി വയ്ക്കുകയാണ് ചെയ്യുക. പിന്നെ ഞാനും മോളും മാത്രം ചായയൊക്കെ കുടിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട്. ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് മാറുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അത് തിളയ്ക്കുന്ന നേരം കൊണ്ട് വേഗം അരിയും കൂടി ആട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു. മഴ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ തിരിച്ച് വരുമ്പോഴേക്കും ഇടി പൊട്ടുകയാണെന്ന് വെച്ചെങ്കിൽ കറണ്ട് പൂട്ടോ. ഇടിയൊന്നും മിന്നിയാൽ മതി, അപ്പോൾ അവിടെ കറണ്ട് പോകും. അപ്പോൾ പിന്നെ അത് അരച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഇതാ പാൽ തിളച്ചു. പിന്നെ കണ്ണ് തെറ്റിയാൽ പാൽ തിളച്ച് പോകുമല്ലോ. അപ്പോൾ പിന്നെ ഞാനത് ചായ ആയിട്ട് അരയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ വെച്ചു. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ചായപ്പൊടിയൊക്കെ ഇട്ട് ചായ എന്നങ്ങോട്ട് സെറ്റാക്കിട്ടോ. പിന്നെ അതാ ഒരു അരിപ്പുള്ളതാണ്, പുതിയ അരിപ്പ വാങ്ങിയത് തന്നെയാണ്. 2 ലെയർ ഉണ്ട് കേട്ടോ അരിപ്പയ്ക്ക്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ശരിക്കും അരിക്കാനേ പറ്റില്ല. ഞാൻ ശരിക്കും ജ്യൂസൊക്കെ അരിച്ചെടുക്കണം എന്തിനാണ് കേട്ടോ ഇപ്പോൾ ചായ അരിച്ചെടുക്കണത്. അതിലിങ്ങനെ തങ്ങി നിൽക്കുകയാണ്. എന്താ സംഭവം എന്നറിയില്ല. പക്ഷെ കഴുകി കഴിഞ്ഞാൽ നല്ലപോലെ ഹോളൊക്കെ ഉണ്ട് ഇതിനും. അപ്പം ഞാൻ അതൊന്ന് കഴുകി വെച്ച് ഞാൻ പിന്നെ ചായ വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു. പിന്നെ വേഗം പോയിട്ട് അരിയും കൂടി അരച്ച് വന്നു കേട്ടോ. നാളെ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അരി. അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് അതും സെറ്റാക്കി വെച്ചു. അപ്പം അങ്ങനെ ഏകദേശം പണികളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനതാ കുറച്ച് പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. കയ്യോടെ ചീന പാത്രങ്ങൾ കഴുകി വയ്ക്കുക. പിന്നെ അവിടെ കുറച്ച് മാവ് ഇതൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തുടച്ചെടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറും കൂടി ഒന്നാണ് കഴുകി വെച്ചു. മിക്സിയുടെ ജാറിൽ വെള്ളമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് ഭാഗത്ത് അടിഭാഗത്ത് ഉണ്ടാവില്ല, ചെറുതായിട്ട് പൂപ്പലുള്ള പോലെ ഉണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ വേഗം ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ചിട്ട് വേഗം ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ. അപ്പോൾ 4:30 ആകുമ്പോഴൊക്കെയാണ് ബസ് വരിക. അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് വരട്ടെ. അത്രയേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്